നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. മനുഷ്യരില്ലാത്ത കാലം വരും, ലോകം സർവനാശത്തിലേക്ക് അടുക്കുന്നു. ജനസംഖ്യയെ ഇടിച്ചു വീഴ്ത്തി ലൈംഗിക രോഗങ്ങൾ പരക്കുന്നു. ഒരു വർഷം മരിക്കുന്നത് 25 ലക്ഷം മനുഷ്യർ. ഭൂമിയിൽ മനുഷ്യകുലം അവസാനിക്കുന്ന കാലത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന നടത്തിയ ചില പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് മാനവരാശിയെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ അവസ്ഥയിൽ ലോക ജനത മുന്നോട്ട് നീങ്ങിയാൽ സമീപഭാവിയിൽ ഭൂമിയിൽ മനുഷ്യരില്ലാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തലാണ് ലോകാരോഗ്യ സംഘടന നടത്തിയിരിക്കുന്നത്. ലോകവ്യാപകമായി ലൈംഗിക രോഗങ്ങൾ എല്ലാ പരിധിയും വിട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതായി ലോകാരോഗ്യ സംഘടന നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നു. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമായി ലൈംഗിക രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്നവർ ലക്ഷക്കണക്കിനാണ്. ഒരു വർഷത്തിൽ 25 ലക്ഷത്തിലധികം മനുഷ്യ ജീവനുകൾ ലൈംഗിക രോഗങ്ങൾ പിടിച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകളിൽ പറയുന്നത്. ഇതേ രീതിയിൽ സ്ഥിതി മുന്നോട്ട് പോയാൽ ലോക ജനസംഖ്യയിൽ വരുന്ന 2-3 ദശകങ്ങൾക്കുള്ളിൽ വലിയ ഇടിവുണ്ടായി തുടങ്ങും എന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പായി പറയുന്നത്. സ്ത്രീ പുരുഷന്മാരുടെ ശാരീരിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക രോഗങ്ങൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രോഗങ്ങളുടെ എണ്ണമാണ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത്. ലോകാരോഗ്യ സംഘടന തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സിഫിലിസ് എന്ന ലൈംഗിക രോഗം നിയന്ത്രിക്കുന്നതിന് വലിയ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഈ രോഗം ബാധിക്കുന്ന ലോകത്തിലെ 71 ലക്ഷം ആൾക്കാരെ ചികിത്സിച്ച് ഈ രോഗവ്യാപന നിരക്ക് 10 ലക്ഷത്തിൽ അല്ലെങ്കിൽ 7 ലക്ഷത്തിന് താഴെയാക്കി നിലനിർത്തുക എന്ന ലക്ഷ്യമായിരുന്നു ലോകാരോഗ്യ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 2022 ഈ രോഗം ബാധിച്ച ആൾക്കാരുടെ എണ്ണം 10 ലക്ഷത്തിലധികമായി ഉയരുകയാണ് ഉണ്ടായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന സിഫിലിസ്, ഗൊണേറിയ, ക്ലിമീഡിയ തുടങ്ങിയവയാണ് സാധാരണ മരണത്തിലേക്ക് വരെ മനുഷ്യനെ എത്തിക്കുന്നത്. ഈ രോഗങ്ങൾ മാറി മാറി ഏതാണ്ട് ദിവസം 10 ലക്ഷത്തിലോളം പേരെ ബാധിച്ചു വരുന്ന കണക്കും ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കണക്ക് അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഇത് മാത്രമല്ല, 2022 കണക്ക് പ്രകാരം ലോകത്ത് 11 ലക്ഷം ഗർഭിണികൾ സിഫിലിസ് രോഗബാധിതരായി മാറി എന്നും പറയപ്പെടുന്നു. ഏതായാലും ലൈംഗിക രോഗങ്ങളുടെ നിയന്ത്രണമില്ലാത്ത പെരുപ്പം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കാലമായി പാശ്ചാത്യ രാജ്യ ജനങ്ങളിൽ വ്യാപകമായി പടർന്നു പിടിച്ച ലൈംഗിക ആസക്തി ഇത്തരത്തിലുള്ള രോഗവ്യാപനത്തിന് ഒരുപാട് കാരണമായി മാറിയിട്ടുണ്ട്. ലോക ജനത ഭയത്തോടെ കാണുന്ന എയ്ഡ്സ് രോഗബാധ ലോകത്ത് നിന്നും തുടച്ചു നീക്കുന്നതിനുള്ള വലിയ പദ്ധതികൾ ലോകാരോഗ്യ സംഘടന അടക്കം നടത്തിയെങ്കിലും ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വികസിത രാജ്യങ്ങളിലുള്ള ജനങ്ങൾ പരസ്ത്രീ ബന്ധങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നതാണ് ഇത്തരം ലൈംഗിക രോഗങ്ങൾ പെരുകുന്നതിനുള്ള കാരണമായി പറഞ്ഞിരുന്നത്. ഇത്തരം ലൈംഗിക ബന്ധങ്ങൾ പാടില്ല എന്ന് വലിയ പ്രചരണങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. എയ്ഡ്സ് രോഗത്തിന് ഇതേവരെ ഫലപ്രദമായ ചികിത്സയ്ക്കുള്ള മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. സംസ്കാരശൂന്യമായ ക്രമം വിട്ട ജീവിതവും കുത്തഴിഞ്ഞ സ്വഭാവവുമാണ് മനുഷ്യരിൽ അമിത ലൈംഗിക ബന്ധത്തിനും മറ്റും പ്രേരിപ്പിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിൽ വിശ്വാസമില്ലാതെ അലസമായ ജീവിതം നയിച്ചു പോകുന്നവരാണ് സ്ഥിരമായി പരസ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഇതുതന്നെയാണ് ലൈംഗിക രോഗ വ്യാപനത്തിനുള്ള കാരണം എന്ന് എത്രയോ കാലം മുൻപ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ ഇതൊന്നും ഗൗരവമായി എടുക്കുന്നതിൽ ലോക ജനത താല്പര്യം കാണിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴും ഈ രോഗങ്ങൾ കൂടുവാനുള്ള കാരണം. നന്ദി.